അസുരവിത്ത് എന്ന നോവലിൻ്റെ 45-ാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. കോഴിക്കോട് നിന്നും പല തവണ റിൻസി പുല്ലാങ്കുളത്തേക്കും തിരിച്ചും യാത്ര ചെയ്തു. കാലാവസ്ഥയും ഇതോടൊപ്പം മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരുന്നു. വയനാട്ടിൽ കനത്ത തണുപ്പുകാലവും വന്നുപോയി. സോജനെ ചിലപ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു. എങ്കിലും അന്നത്തെ പോലെ ഒരുമിച്ച് സംസാരിക്കാനോ യാത്ര ചെയ്യാനോ പിന്നീട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ കോഴിക്കോട് നിന്നും മാനന്തവാടിക്ക് പോകാനായി ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ അന്ന് കണ്ടതുപോലെ തന്നെ ഒരു സ്ഥലത്തു നിന്നും സോജനെ കണ്ടു. ബീനമോളാണ് ആദ്യം കണ്ടത്. അവൾ റിൻസിയെ തോണ്ടി വിവരം പറഞ്ഞു. അപ്പോഴേക്കും അവർ പരസ്പരം കണ്ടു കഴിഞ്ഞു. റിൻസി ഇന്ന് മാനന്തവാടിക്കാണോ? ഏതായാലും അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് മാത്രമേ ബസ്സുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ അന്നത്തേതുപോലെ ചായയും മസാലദോശയും കഴിക്കാം. എല്ലാ ദിവസവും മസാലദോശ കഴിക്കുന്നത് ഒരു രസമില്ല ചേട്ടാ. ഇന്ന് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഐറ്റങ്ങൾ വേറെയും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് നടക്കാം. അവിടെ എത്തട്ടെ. ഞാൻ കണ്ടുപിടിച്ച് എല്ലാവർക്കും വേണ്ടി വേണ്ടത് ഓർഡർ ചെയ്യാം. പണം കൊടുത്തേച്ചാൽ മാത്രം മതി. അതിന് മാത്രം ഈ ബീനയെ കൊണ്ട് കൊള്ളുകയില്ല. 3 പേരും കൂടി അന്നത്തെ കടയിലേക്ക് തന്നെ കയറി. ഇപ്പോൾ പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. പലതും നേരത്തെ കഴിച്ചിട്ടുള്ളതാണ്. മുട്ടയപ്പം എന്ന് പറഞ്ഞ് പുതിയൊരു ഐറ്റം കണ്ടു. ഞാനും ഇത് കഴിച്ചിട്ടൊന്നുമില്ല. ഏതായാലും ഓരോന്ന് ഓർഡർ ചെയ്യാം ചേട്ടാ. കഴിച്ചു നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നും കൂടി അപ്പോൾ വാങ്ങാം. ചേട്ടൻ എന്തു പറയുന്നു? ഇത്ര ചെറിയ കാര്യത്തിന് അത്ര കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഓരോന്നങ്ങ് ഓർഡർ ചെയ്യ്. കൊണ്ടുവരട്ടെ. എന്തായാലും കഴിക്കാൻ കൊള്ളാവുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ വീണ്ടും വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാമല്ലോ. അങ്ങനെ അന്ന് അവർ പുതിയ വെറൈറ്റി ഓർഡർ ചെയ്തു. ഉദ്ദേശിച്ചതുപോലെ അല്ല. സംഭവം ഉഗ്രനായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓരോന്നുകൂടി ഓർഡർ ചെയ്തു വാങ്ങി കഴിച്ചിട്ടാണ് അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴേക്കും മാനന്തവാടി ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്നു. ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട് പുറപ്പെടാൻ. അധികം അകലെയല്ലാതെ തന്നെ കുറ്റ്യാടിക്കുള്ള ബസ് ബോർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ തന്നെ മുന്നോട്ടെടുത്തു കഴിഞ്ഞു. കണ്ടക്ടറുടെ ഡബിൾ ബില്ല് കിട്ടാത്ത താമസം മാത്രം. അത് കണ്ടപ്പോഴേ ബീന എല്ലാവരോടും യാത്ര പറഞ്ഞ് ബസ്സിന് നേരെ ഓടി. ബീന പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സോജനോട് എന്തു പറഞ്ഞ് നിൽക്കും എന്നൊരു വിഷമമായിരുന്നു റിൻസിക്ക്. അങ്ങനെയൊന്നും ആരോടും അവൾ വർത്തമാനം പറഞ്ഞിട്ടില്ലല്ലോ. കണ്ടിട്ടും സംസാരിച്ചിട്ടും കുറേ കാലമായല്ലോ എന്ന് വിചാരിച്ചു മാത്രമാണ് ഇന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് പോന്നത്. അല്ലെങ്കിൽ ഇക്കാര്യത്തിനു വേണ്ടി വരാൻ വേറെയാളുണ്ടായിരുന്നു. അവർ പോരാൻ തയ്യാറുമായിരുന്നു. എന്നാലും അതിനു പകരം ഞാൻ തന്നെ പോന്നതിന് കാരണം ഇതാണ്. അച്ചായൻ കടയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ പോരാൻ പറ്റിയത്. ഞാനും എല്ലാ ദിവസവും ജ്വല്ലറിയുടെ അവിടെ വരുമ്പോൾ അങ്ങോട്ട് നോക്കും. തിരക്കിട്ട് അതിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മാത്രമേ കാണാനുള്ളൂ. നേരിട്ട് കാണുമ്പോൾ മാത്രമല്ലേ എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുകയുള്ളൂ. കാണണമെന്ന് ആഗ്രഹം എനിക്കുമുണ്ട്. എന്നാലും സാഹചര്യം നോക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. റിൻസിക്ക് പിന്നെ അങ്ങനെയെങ്കിലും കാണാം. എനിക്ക് കടയിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും പുറത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. അങ്ങനെ ശ്രദ്ധിക്കാൻ നിന്നാൽ വിൽപ്പനക്കാരുടെ പ്രവർത്തനങ്ങൾ എനിക്ക് ഭംഗിയായി നോക്കാൻ കഴിയില്ല. ഞാൻ ഭംഗിയായി നോക്കിയാൽ മാത്രമേ അച്ചായന് കിട്ടാനുള്ളത് മുഴുവൻ കിട്ടുകയുള്ളൂ. അച്ചായന് കുറെ കൂടുതൽ കിട്ടിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയല്ലേ ഈ ഓട്ടം എല്ലാം ഓടുന്നത്. അപ്പോൾ ഞങ്ങൾ ആർക്കു വേണ്ടി ഓടും? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും
മക്കളുടെ മക്കൾക്കും വേണ്ടി ഓടുവിൻ എന്നായിരിക്കും ഇത് കേട്ടാൽ അച്ചായൻ പറയാൻ പോകുന്നത്. റിൻസിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. പണം സമ്പാദിക്കാൻ തുടങ്ങിയാൽ പിന്നെ പ്രണയം മുഴുവൻ പണത്തിനോടാണ്. എത്ര കിട്ടിയാലും മതിയാവുകയില്ല. ഇപ്പോൾ പറയുന്നത് ചേട്ടൻ്റെ കാര്യമാണോ അതോ ചാച്ചൻ്റെ കാര്യമാണോ അതോ ഒരു പൊതുതത്വമാണോ? ഏതായാലും എനിക്കറിയാൻ മേലാത്ത കാര്യമാണ്. പറഞ്ഞതുകൊണ്ട് കുഴപ്പവുമില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അച്ചായന് അത്ര വലിയ ആക്രാന്തമൊന്നുമില്ല. എന്നാലും ഒന്നും നഷ്ടപ്പെടുത്തുന്നതിൽ താല്പര്യമില്ല. അതൊരു നല്ല സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറുതെ എന്തിനു നഷ്ടപ്പെടുത്തണം? ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ വേണ്ടതാണ് പണം. അതുണ്ടാക്കി വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ നിന്ന് തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് പോകേണ്ട ബസ് അങ്ങ് പോകും. ചേട്ടനും ഈ വണ്ടിക്ക് തന്നെ പോരുകയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി ബസ്സിൽ കയറാം. വണ്ടിയിലേക്ക് ഡ്രൈവർ അതാ കയറാൻ വരുന്നുണ്ട്. അവർ രണ്ടുപേരും മെല്ലെ നടന്നുപോയി മാനന്തവാടി ബസ്സിൽ കയറി. റിൻസി മുമ്പിലെ സീറ്റിലായിട്ടാണ് ഇരുന്നത്. റിൻസിക്ക് വിദ്യാർത്ഥികൾക്കുള്ള പാസുണ്ട്. അതുകൊണ്ട് റിൻസി അവളുടെ ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. പുറപ്പെടാനായപ്പോൾ അവരെ അറിയുന്ന മറ്റൊരാളും കൂടി ബസ്സിലേക്ക് ഓടി വന്ന് കയറി. അവർ ചായക്കടയിലേക്ക് കയറിയപ്പോൾ മുതൽ ആ ആൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അവരുടെ കുറച്ചകലെയായി തന്നെ ഒരു വാഹനത്തിനു പിന്നിൽ അയാൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് അയാളുടെ ലക്ഷ്യം എന്ന് അപ്പോൾ കണ്ടാൽ തോന്നും. അതിന് മാത്രമായിട്ടാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യം കൂടി അയാൾക്കുണ്ടോ എന്ന് അറിയില്ല. അവിടുന്ന് അങ്ങോട്ട് അവരുടെ രീതികൾ എന്ത് എന്നുകൂടി അറിയാനായിരിക്കാം അയാൾ ഓടി അവർ പോകുന്ന അതേ ബസ്സിൽ തന്നെ കയറിയത്. അന്ന് മാനന്തവാടിയിൽ നിന്നും ചെറിയാച്ചൻ്റെ കൂടെയാണ് റിൻസി പുല്ലാങ്കുളത്തേക്ക് പോയത്. ജീപ്പിൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചെറിയാച്ചൻ റിൻസിയോട് ചോദിച്ചു, ഇന്ന് സോജൻ കോഴിക്കോട് വന്നിരുന്നോ മോളെ? നിങ്ങൾ തമ്മിൽ കണ്ടോ? വേറെന്തോ ആവശ്യത്തിന് വന്നതാണെന്ന് പറഞ്ഞു. ചേട്ടൻ വന്നിരുന്നു. ഞങ്ങൾ തമ്മിൽ കാണുകയും ചെയ്തു. വൈകുന്നേരം പോരാൻ സമയത്താണ് കണ്ടത്. അതുകൊണ്ട് ചേട്ടൻ എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും കൂടി ചായ വാങ്ങി തന്നിട്ടാണ് അവളെ വിട്ടത്. എന്നിട്ട് ഞങ്ങൾ ഒരേ ബസ്സിന് തന്നെയാണ് തിരിച്ചു വന്നതും. തൊമ്മൻ വളരെ കാര്യമായ ഒരു രഹസ്യം കണ്ടുപിടിച്ചതുപോലെയാണ് തന്നോട് വന്ന് പറഞ്ഞത്. താൻ അവളോട് ചോദിച്ചപ്പോഴോ യാതൊരു പ്രത്യേകതകളും ഇല്ലാത്തതുപോലെയാണല്ലോ അവൾ ഉത്തരം പറഞ്ഞത്. അതിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് മറച്ചു വയ്ക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ താൻ ചോദിക്കാത്തതിനും കൂടി അവൾ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ചാച്ചൻ എന്തിനാ അത് ചോദിച്ചത് എന്നെനിക്ക് മനസ്സിലായില്ല. ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളോ? എന്തെങ്കിലും കാര്യമുണ്ടായിട്ടാണോ? കാര്യമൊന്നുമില്ല കൊച്ചേ, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അവൻ ഇന്ന് അങ്ങോട്ട് പോരും എന്നും അവിടുന്ന് നിന്നെ കാണുമെന്നും പറഞ്ഞിരുന്നു. കണ്ടോ എന്നറിയാനാണ്. ഇപ്പോൾ ഞാൻ പുറത്തേക്കിറങ്ങിയപ്പോഴല്ലേ അവൻ അകത്തേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് കാര്യമായി ഒന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ. ചോദിച്ചത് ചാച്ചനാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലാതെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. എന്നാൽ ചോദിച്ചാൽ സത്യം പറയുമോ? അതൊട്ടില്ല താനും. ഞങ്ങൾ ഏത് കാര്യത്തിലും സത്യം പറയണം. എന്നാൽ ചാച്ചൻ ജന്മം ചെയ്താൽ സത്യം പറയുകയുമില്ല. അന്ന് പിന്നെ അതിനെപ്പറ്റി ചോദിക്കലും ഒന്നും ഉണ്ടായില്ല. വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും പറഞ്ഞ ലക്ഷണമില്ല. പറഞ്ഞിരുന്നെങ്കിൽ അമ്മ എന്തെങ്കിലും ഒന്ന് ചോദിച്ചേനെ. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. സോജൻ വല്ലപ്പോഴും ചിലപ്പോൾ കോഴിക്കോട് വരും. അപ്പോൾ അവർ തമ്മിൽ കാണും. കുറച്ചു സമയം സംസാരിക്കും. അത് അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പത്തിന് കൂടുതൽ കാരണമായിക്കൊണ്ടിരുന്നു. ഒരു വെള്ളിയാഴ്ച രാവിലെ കോളേജിലെത്തിയപ്പോൾ കുട്ടികളാരും ക്ലാസ്സിൽ കയറാതെ പുറത്തുകൂടി നടക്കുന്നത് കണ്ടു. അപ്പോൾ എന്തോ ഒരു അസാധാരണത്വം തോന്നിയതുകൊണ്ട് കൂടെയുണ്ടായിരുന്ന ഒന്ന് രണ്ട് ചേച്ചിമാരോട് വിവരം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് നമ്മൾ വന്നത് വെറുതെയാ. ഇന്ന് സമരമാണെന്നാണ് പറയുന്നത്. വെറും സമരമൊന്നും ആയിരിക്കില്ല. ഇവന്മാർ തമ്മിൽ തല്ലി 1-2 എണ്ണമെങ്കിലും ആശുപത്രിയിലാകും.
പിന്നെ അതിനെ തുടർന്ന് അടുത്തടുത്ത ദിവസങ്ങളിൽ പ്രശ്നമുണ്ടാവുകയും ചെയ്യുകയാണ് സാധാരണ രീതി. ഇക്കൊല്ലം ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നേ ഉള്ളൂ. സമരം എന്തിനാണാവൂ? അതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ. രാവിലെ പത്രം വായിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും വിവരം അറിയാമായിരുന്നു. സമരത്തിൻ്റെ കാരണം ആരെങ്കിലും തിരക്കുമോടി പെണ്ണേ. ഇവരുടെ നേതാക്കന്മാരെ ആരെങ്കിലും തല്ലിക്കാണും. ചിലപ്പോൾ അല്ലെങ്കിൽ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്ത് കാണും. ഒന്നുമില്ലെങ്കിൽ ആരുടെയെങ്കിലും നേരെ മറ്റാരെങ്കിലും കണ്ണുരുട്ടി നോക്കിക്കാണും. അത്രയൊക്കെ മതി ഇവർക്ക് സമരത്തിന്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ഥലത്തു നിന്നും മുദ്രാവാക്യം കേട്ടു തുടങ്ങി. അത് കൂടുതൽ ശക്തി പ്രാപിച്ചു. അപ്പോഴേക്കും തന്നെ ക്ലാസ് ഇല്ല എന്നറിയിക്കുന്ന കൂട്ടമണി അടിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇനി ഏത് സമയവും തിരിച്ചു പോകാം. അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ച് അവർ ഹോസ്റ്റലിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് കുറേ പേർ കൂടി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ചേച്ചിമാർ ആരോ പറഞ്ഞു, സമരക്കാരെ നേരിടാൻ നിൽക്കുന്നവരാണ്, ഇവന്മാർ തല്ലുവാങ്ങാൻ നിൽക്കുന്നവരാണ്. ഇവർ വാങ്ങാൻ മാത്രമല്ല കൊടുക്കാനും. ഇന്ന് ആശുപത്രിയിൽ എത്ര എണ്ണം എത്തി എന്ന് ചോദിച്ചാൽ മതിയാകും. രാവിലെ ഒരിക്കലും കോഴിക്കോട് നിന്നും മാനന്തവാടിക്ക് പോകാത്തതുകൊണ്ട് ബസ്സിൻ്റെ സമയമോ മറ്റോ ഒന്നും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ തന്നെ എല്ലാ സ്ഥലത്തേക്കും പോകുമ്പോൾ സമയം അറിഞ്ഞിട്ടാണോ? അല്ലല്ലോ. നേരെ അങ്ങ് പോവുക, അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന വണ്ടിക്ക് വീട്ടിലേക്ക് പോവുക. രാവിലെ ആയതുകൊണ്ട് കൽപ്പറ്റയ്ക്ക് മാത്രം വണ്ടി കിട്ടിയാലും കുഴപ്പമില്ല, അവിടുന്ന് മാനന്തവാടിക്ക് കിട്ടും. ആരെയെങ്കിലും കമ്പനി കിട്ടിയിരുന്നെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അല്ലാതെ ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റുമോ? പക്ഷേ നമ്മൾ തന്നെ എങ്ങനെ പോകും? അതാണല്ലോ ഒരു വലിയ പ്രശ്നം. നിൻ്റെ ആ ചേട്ടനെങ്ങാനും രാവിലെ കോഴിക്കോട് വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ പോണ വഴി കാണുകയും ചെയ്തിരുന്നെങ്കിൽ മോർണിംഗ് ഷോ കാണാമായിരുന്നു. ഇത് നല്ല പ്രതീക്ഷയാണ്. തുടലറ്റുപോവുകയും പുഴ വറ്റിപ്പോവുകയും ചെയ്താൽ കടി പറ്റുമെന്ന് പണ്ടൊരു രസികൻ പറഞ്ഞതുപോലെയാണല്ലോ. ആശിക്കാൻ പരിധിയൊന്നുമില്ലല്ലോ. ഇപ്പോൾ എന്തു വേണമെങ്കിലും ആശിച്ചുകൂടെ? ഞാൻ അങ്ങനെയൊന്ന് ആശിച്ചു. അതിനെ നീ പഴയ ഉപമയൊന്നും എടുത്തു കൊണ്ടുവരേണ്ട. ഏതായാലും രാവിലെ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും രാവിലെ വീട്ടിലേക്ക് പോകാമല്ലോ. അതിന് ആരുടെയും സഹായം ആവശ്യമില്ലല്ലോ. അവർ ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ ഒരു വണ്ടി പുറപ്പെടുന്നുണ്ടായിരുന്നു. അതിനേതായാലും കയറിയില്ല. അടുത്തതിന് പോകാമല്ലോ. കുറച്ച് സമയം വായി നോക്കൽ കലാപരിപാടിയുമായി നിൽക്കാം. കുറേ സുന്ദരന്മാർ അതിലെയും ഇതിലെയുമൊക്കെ ഉണ്ടല്ലോ. അവരെയൊക്കെ കണ്ടിട്ട് അടുത്ത വണ്ടിക്ക് മെല്ലെ അങ്ങ് പോകാം. അവർ അവിടെ നിൽക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരാൾ സ്റ്റാൻഡിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അത് ആരായിരിക്കാം? അവർ ആഗ്രഹിച്ചതുപോലെ സോജൻ ആയിരിക്കുമോ? ഇനി ആണെങ്കിൽ തന്നെ അവൻ അവരെ സിനിമയ്ക്ക് കൊണ്ടുപോകുമോ? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന്. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഓക്കേ.